പയ്യന്നൂരിൽ കോൺഗ്രസ് CPM ഒത്തുതീർപ്പ് ആരോപണം. CPM പ്രവർത്തകർ പ്രതികളായ ആക്രമണ കേസുകൾ ചില കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കുന്നുവെന്നാണ് ആരോപണം. CPMുമായുള്ള ഒത്തുതീർപ്പുകൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രാദേശിക കോൺഗ്രസ് നേതാവ് A. രൂപേഷ് പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയെന്ന ജില്ലാ നേതാവ് ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നമ്മുടെ ഭാരതത്തിൽ ഒരു ഇന്ത്യ സഖ്യമുണ്ട്. ഈ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും, അതായത് കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിൽ കണ്ടാൽ പോരാണ്. പക്ഷേ അണിയറയിൽ ഇത്തരത്തിലുള്ള ഒരു കൈകൊടുക്കലൊക്കെ ഉണ്ട്, അല്ലേ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പയ്യന്നൂരിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് CPM ഒത്തുതീർപ്പ് ആരോപണമെന്ന ഒരു വിവാദം ഉയർന്നിരിക്കുന്നത്. CPM പ്രവർത്തകർ പ്രതികളായ അക്രമ കേസുകൾ ചില നേതാക്കൾ ഒത്തുതീർപ്പാക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തുതീർപ്പുകൾക്കെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രാദേശിക നേതാവായ A. രൂപേഷ് രംഗത്തെത്തിയത്. പണം വാങ്ങി, അതായത് CPMുകാർ പ്രതികളായ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസുകൾ പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വീട് ആക്രമിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ 3 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഒരു ജില്ലാ നേതാവ് യോഗത്തിൽ പറഞ്ഞതായി ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ പയ്യന്നൂരിൽ നമുക്കറിയാം CPMന്റെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന സ്ഥലമാണ്. പലതവണ BJP പ്രവർത്തകരൊക്കെ വലിയ അക്രമത്തിനിരയായ സ്ഥലമാണ്. അവിടെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ CPMുകാർ ആക്രമിച്ച കേസുകൾ പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇടപെട്ടത് ഒത്തുതീർക്കുന്ന ഒരു ഗുരുതരമായ ആരോപണം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ച, യാതൊരു തർക്കവുമില്ല ഈ ഒരു സാഹചര്യത്തിൽ. അശ്വതി, ശരി. പയ്യന്നൂരിലാണ് കോൺഗ്രസ് CPM ഒത്തുതീർപ്പിന്റെ ആരോപണം. ഭാരതത്തിൽ ഇരുവരും ഒന്നിച്ചാണ് ഒരു പ്രതിപക്ഷ പാർട്ടി നയിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ സ്ഥിതി വ്യത്യാസമാണ്. പക്ഷേ ഇപ്പോഴിതാ കണ്ണൂരിൽ ഇരുവരും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പങ്കുവയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ്. CPM പ്രവർത്തകർ പ്രതികളായ ആക്രമണ കേസുകളാണ് ഈ ചില കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. അതേ കോൺഗ്രസ് തന്നെയാണ് പലപ്പോഴും പരസ്യവേദിയിൽ CPMനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത് എന്നതും മറ്റൊരു വിരോധാഭാസത്തിന്റെ ചിത്രമായി തന്നെ നിലനിൽക്കുന്നു.